ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് നയൻതാര ധനുഷ് ഇഷ്യൂ ആണ്. നിങ്ങൾ പലരും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിൽ ഈ ഇഷ്യൂ നടന്ന ഞാൻ പോലും അറിയുന്നതിന് മുമ്പ് തന്നെ എന്റെ ക്ലോസ് ഫ്രണ്ട് വിളിച്ചു എന്നോട് പറഞ്ഞിരുന്നു ഒരു വീഡിയോ ചെയ്തുവിടുന്നത്. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ ചാനൽ ഇത് റെലവെന്റ് ആണോ എന്ന് വിചാരിച്ചു, വേണ്ടാന്ന് പറഞ്ഞ് വെച്ചായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി ഒരു വീഡിയോ ചെയ്യാം. ഈ ചാനലിൽ എല്ലാ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വെച്ചത്. അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നയൻതാര, അതായത് നമ്മൾ എപ്പോൾ മുതലാണ് ഈ വിഷയം അറിഞ്ഞത്, അത് മുതൽ അതിന്റെ ബാക്ക് സ്റ്റോറി എന്തൊക്കെയാണ്, പല കാര്യങ്ങളും നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ലെറ്ററിൽ ഇല്ലാത്ത. നമ്മളെ മുമ്പിലേക്ക് വരുന്നത് 2 ദിവസം മുമ്പ് നയൻതാര ഒഫീഷ്യലി നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു 3 പേജുള്ള പോസ്റ്ററാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ആ പോസ്റ്ററിലൂടെയാണ്. പെട്ടെന്നൊരു നിമിഷം നമ്മുടെ മുമ്പിലേക്ക് ഒരു പോസ്റ്റ് നയൻതാരയുടെയാണ്. അതിലാണെങ്കിൽ ധനുഷ് എന്ന ആക്ടർ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ഇന്റർനാഷണലി പോയി അഭിനയിച്ച ഇന്ത്യയിലെ ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളായ ധനുഷിനെ കുറിച്ച് വളരെ വെരി സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ, ആഞ്ഞടിക്കുന്ന പോലെ സ്ട്രെയിറ്റ്. നമുക്ക് ധനുഷിനെ കുറിച്ച് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടും ആക്ടറായിട്ടും നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ധനുഷിനെ പെട്ടെന്ന് നയൻതാരനെ പോലത്തെ ഒരു ആക്ട്രസ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മളെ സ്വന്തം നാട്ടുകാരിയായ നയൻതാര ഓപ്പൺ ആയിട്ട് പബ്ലിക്ലി ആയിട്ട് അതായത് ഏറ്റവും നീചനായ ഏറ്റവും ദുഷ്ടനായ ഒരാള് ആണ് ധനുഷ് എന്ന് അങ്ങനെ പറഞ്ഞു വരുന്ന ലെറ്റർ നമ്മൾ മുമ്പിലേക്ക് തരാണ്. സോ നമുക്ക് ആദ്യം ആ ലെറ്റർ, അതിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം, പിന്നെ അതിന്റെ ബാക്ക് സ്റ്റോറി സംസാരിക്കാം. കാരണം പലർക്കും എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല. അവർ തമ്മിൽ എന്ന് തുടങ്ങിയാണ് ഈ പ്രശ്നം ഉണ്ടായത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോഴും പലർക്കും അറിയില്ല. സോ ഈ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ആ ലെറ്റർ തുടങ്ങുന്ന തന്നെ ഭയങ്കര, അതായത് വെരി സർക്കാസ്റ്റിക്കലി ധനുഷിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു എല്ലാ കാലത്തും ആ തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പറഞ്ഞിട്ടും ബ്രദറിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ്. സൺ ഓഫ്, ബ്രദർ ഓഫ്. അവിടെ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ന ഒരു സിനിമാ പാരമ്പര്യം, ഇത്രയുള്ള സിനിമാ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആൾ. ഓക്കെ, അതായത് അവരെയൊക്കെ സപ്പോർട്ട് കൊണ്ടുവന്ന ആൾ. അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരുപാട് കാര്യം ഡീറ്റെയിൽ ആയിട്ടല്ല, പക്ഷെ അത് ഈ കത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ 2022 നയൻതാര വിഘ്നേഷ് കല്യാണം. നമുക്ക് വളരെ ചുരുക്കം ഫോട്ടോസ് മാത്രം നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിയ കല്യാണം. നമ്മളെല്ലാവരും അപ്പൊ എന്താണ് റീസൺ എന്ന് ആലോചിച്ചിരുന്നു. ഇത്രയേ ഉള്ളൂ. നയൻതാരയുടെ കല്യാണം നയൻതാരയും വിഘ്നേഷും നെറ്റ്ഫ്ലിക്സ് എന്ന വേൾഡിലെ നമ്പർ 1 സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന് വിറ്റിരിക്കുകയായിരുന്നു. അതായത് നയൻതാര വിഘ്നേഷ് കല്യാണം സ്ട്രീം ചെയ്യാനുള്ള അവകാശം നെറ്റ്ഫ്ലിക്സ് എത്രയോ കോടി രൂപയ്ക്ക് വാങ്ങിയതാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ആ കല്യാണത്തെ കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല. വളരെ ഗംഭീരമായിട്ട് നടന്ന കല്യാണം 2022. ഇപ്പൊ 2024 ആയിട്ട് പോലും എന്തുകൊണ്ട് അത് നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയിട്ടില്ല? വൈ? ഈ കത്തില് എന്തുകൊണ്ട് എന്നുള്ള റീസൺ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 2022 നടന്ന കല്യാണത്തിന്റെ വീഡിയോ അപ്പൊ ഒരു ട്രെയിലർ ഇറങ്ങി. 2022 ട്രെയിലർ ഇറങ്ങിയതല്ലാതെ അതിനുശേഷം 2 വർഷമായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഒരു പുതിയ ട്രെയിലർ അവരുടെ ഒരു ഡോക്യുമെന്ററി ആയിട്ടുള്ള, ഓഫ്കോഴ്സ് ഡോക്യുമെന്ററി ആയിട്ട് നെറ്റ്ഫ്ലിക്സ് വാങ്ങിയിരിക്കും അവരുടെ കല്യാണം ഡോക്യുമെന്ററി കാണിക്കാൻ. സോ അതിന്റെ ഒരു ട്രെയിലർ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ ആഴ്ച വീണ്ടും റിലീസ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് 2 വർഷം എടുത്തു ഈ ഒരു ഡോക്യുമെന്ററി അവർ റിലീസ് ചെയ്യാൻ? ഓക്കെ, ഇനി നമ്മൾ ഈ കത്തിലേക്ക് പോവാണ്. അതിന്റെ റീസൺ ഇതിലുണ്ട്. അതിനു മുമ്പ് നമ്മൾ പറയേണ്ട ഒരു സിനിമ നാനും റൗഡിതാൻ. നമ്മൾ മലയാളത്തിൽ പോലും ഭയങ്കര ഹിറ്റായ മൂവിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവിയാണ്. നമ്മുടെ വിജയ് സേതുപതി നയൻതാര അഭിനയിച്ച സിനിമ. അതെന്താണ് ഇവിടെ പറയാൻ കാരണം, എന്താ അതിന്റെ റെലവൻസ് വെച്ചാല്, അതിന്റെ ഡയറക്ടർ ആണ് വിഘ്നേഷ്, അതായത് നയൻതാരയുടെ ഭർത്താവ്. അവർ കണ്ടുമുട്ടിയതും അവര് പ്രണയത്തിലാവുന്ന ഒക്കെ ആ സിനിമയിൽ വെച്ചാണ്, ആ സെറ്റിൽ വെച്ചാണ്. അവിടെ ധനുഷിനുള്ള പ്രാധാന്യം എന്താ? ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ധനുഷാണ്. വിച്ച് മീൻസ് ധനുഷിന്റെ പ്രോഡക്റ്റ് ആണ് ആ സിനിമ. ഓക്കെ, സോ ഇനി ആ സിനിമ ഇറങ്ങിയിട്ട് 10 വർഷമായ നോട്ടാണ്. ആ സിനിമ ഇറങ്ങിയിട്ട് 10 വർഷമായി. അതായത് ധനുഷിനെ ഏറ്റവും ഗ്രഡ്ജുള്ള നീചനായ ഒരാളായിട്ട് ഈ കത്തില് നയൻതാര പറയാനുള്ള കാരണം എന്താണെന്ന് ഇനി പറയാം. ഇവരുടെ കല്യാണം 2022 നടന്നു. അതിന്റെ വീഡിയോയില് എന്തായാലും അവരാദ്യം കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും സ്നേഹിച്ചതും ആ സിനിമയുടെ സെറ്റിലായതുകൊണ്ട് ആ സിനിമ സെറ്റും ആ സിനിമയിലെ ചില സോങ്ങുകളും കാര്യങ്ങളൊക്കെ അവർ ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ആ ഡോക്യുമെന്ററിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ പ്രൊഡ്യൂസറായ ധനുഷ് അതിനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല. വിച്ച് മീൻസ് വി ഡോണ്ട് നോ, ലൈക്ക് ഇത് അവർ അനുവാദം ചോദിച്ചിരുന്നോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇനി ഈ പോസ്റ്റിൽ നയൻതാര പറഞ്ഞ പോയിന്റ് നമുക്ക് ആദ്യം അതേ രീതിയിൽ നമുക്ക് വയ്ക്കാം. അതായത് അതാണ് നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി അറിഞ്ഞത്. ഇതിലിങ്ങനെയാ പറയുന്നത്, ധനുഷും നയൻതാരയും തമ്മിൽ 2 വർഷമായിട്ട് ലീഗലി ഫൈറ്റ് ചെയ്യാണ്. ധനുഷിന്റെ കയ്യിൽ നിന്ന് ഒരു നോ ഒബ്ജക്ഷൻ ലെറ്റർ വേണം. എന്തിന്?
നാനും റൗഡിദാൻ എന്ന സിനിമ ധനുഷിന്റെ സ്വന്തം പ്രൊഡക്റ്റ്, ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത, അഫ്കോഴ്സ് ധനുഷിന്റെ പ്രൊഡക്റ്റ് നമുക്ക് യൂട്യൂബേഴ്സിന് എസ്പെഷ്യലി അറിയാം, നമ്മെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ധനുഷിന്റെ പ്രൊഡക്റ്റ് ആണത്. ധനുഷിന്റെ അനുവാദം ഇല്ലാതെ ആർക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ഡോക്യുമെന്ററിയിൽ അദ്ദേഹത്തിന്റെ സിനിമയുടെ, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന്റെ സോങ്ങോ എന്ത് വിഷ്വൽസ് യൂസ് ചെയ്യണമെങ്കിൽ അത് അദ്ദേഹത്തിന് അനുവാദം വേണം. അനുവാദം അവർ ചോദിച്ചിട്ടായിരുന്നോ അവരുടെ ഡോക്യുമെന്ററിയിൽ അത് യൂസ് ചെയ്തത് നമുക്കറിയില്ല. എന്നാൽ ആ ഡോക്യുമെന്ററി 2 വർഷം മുമ്പ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ, അപ്പൊ നമുക്ക് ഇതിൽ ഗസ് ചെയ്യാൻ എന്താ വെച്ചാൽ 2 വർഷം മുമ്പ് ഇതിന് ട്രെയിലർ ഇറങ്ങിയിരുന്നു. സോ അപ്പൊ മുതലായിരിക്കും ഇതിന്റെ ഒരു പ്രശ്നം തുടങ്ങിയത്. കാരണം ധനുഷ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അവരോട്, എന്റെ സിനിമയുടെ ഒരു സോങ്ങോ ഒരു വിഷ്വലോ നിങ്ങളുടെ ഡോക്യുമെന്ററിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. 2 വർഷം മുമ്പ് ഈ ഡോക്യുമെന്ററിയിൽ യൂസ് ചെയ്ത സോങ്സും, ഞാൻ റൗഡിദാൻ എന്ന സിനിമയുടെ സോങ്സും വിഷ്വൽസ് ഒന്നും അതിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് അതിന്റെ ഡോക്യുമെന്ററി ട്രെയിലർ ഇറങ്ങിയ ടൈമിലോ അല്ലെങ്കിൽ ധനുഷ് ഇത് അറിഞ്ഞ ടൈമിലോ ധനുഷ് ഇവർക്ക് ഒരു കത്തെഴുതി അല്ലെങ്കിൽ ഒരു ലെറ്റർ അയച്ചു നയൻതാരയ്ക്ക്. അതായത് എന്റെ സിനിമ, എന്റെ പ്രൊഡക്റ്റായ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഞാനും റൗഡിദാൻ എന്ന സിനിമയുടെ ഒരു വിഷ്വൽസോ ഒരു സോങ്ങോ ഒന്നും നിങ്ങളുടെ ഡോക്യുമെന്ററിയിൽ യൂസ് ചെയ്യാൻ എനിക്ക് അനുവാദം തരാൻ പറ്റില്ല, അത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ റിമൂവ് ചെയ്യണം എന്ന് ധനുഷ് പറഞ്ഞു. ഇല്ലെങ്കിൽ 10 കോടി രൂപ നഷ്ടപരിഹാരം പോലെ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ എനിക്ക് തരേണ്ടി വരും എന്നൊരു ലെറ്റർ. ഓക്കെ, 2 വർഷം മുമ്പ്. സോ അന്ന് മുതലായിരിക്കാം ഇവരുടെ ഈ ഫൈറ്റ് ഒക്കെ തുടങ്ങിയത്. ഓക്കെ, സോ അതായത് ഈ കത്തിലും പറയുന്നതാണ് 2 വർഷം മുമ്പ് തുടങ്ങിയ ഫൈറ്റ്. അവസാനം നയൻതാര ഇത്രയാണ് ഈ കത്തിൽ പറയുന്നത്. 2 വർഷമായിട്ട് കൊണ്ടിരിക്കുന്ന ഫജറ്റ്, 2 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഈ ഫൈറ്റ് ഒരു നോ ഒബ്ജക്ഷൻ ലെറ്ററിന് വേണ്ടിയിട്ട് ധനുഷ് ഒന്ന് സമ്മതിക്കണം. ആ സിനിമയുടെ വിഷ്വൽസും ഷൂട്ടിങ്, ആ സിനിമയിലെ നാനൂർ റൗഡിദാൻ സിനിമയിലെ വിഷ്വൽസും സോങ്ങും ഒക്കെ എന്റെ ഡോക്യുമെന്ററി എന്റെ കല്യാണത്തിന് ഡോക്യുമെന്ററി യൂസ് ചെയ്യാൻ ധനുഷ് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററിന് വേണ്ടിയുള്ള ഫൈറ്റ് ഞങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കാരണം നിങ്ങൾ അത് തന്നില്ല, സോ ഞങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഈ ഡോക്യുമെന്ററിയിൽ നിന്ന് വെട്ടി ഒഴിവാക്കിയിട്ട് ഇത് റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ ഈ പോസ്റ്റിൽ മെയിനായിട്ട് എടുത്ത് പറയുന്ന കാര്യമാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ 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 പറയുന്നതൊക്കെ ഇമോഷണലി 10 വർഷമായ സിനിമ ഇറങ്ങിയിട്ട് എന്തിനാണ് ഇപ്പോഴും ഇത്ര ഗ്രഡ്ജ്, ഇത്ര വിദ്വേഷം, ഇത്ര ദേഷ്യം, ഇത്ര വിരോധം എന്തിനാണ് ഞങ്ങളോട് എന്നൊക്കെ പറഞ്ഞ് ധനുഷിനെ ഓപ്പണായിട്ട് നീ ഭയങ്കരമായിട്ട് ഇതാക്കി നമ്മളെല്ലാവരും ഞെട്ടുന്ന രീതിയിൽ. നമ്മൾ ധനുഷിനെ പറ്റി നമ്മൾ ഭയങ്കര നൈസസ്റ്റ് ഹ്യൂമൻ ബീങ് ഒക്കെ ആയിട്ട് ഒരു ഗ്രേറ്റ് ആക്ടറായിട്ട് നമ്മളെപ്പോഴും ധനുഷിനെ കാണാറ്. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ എന്തായാലും ആരും ഇത് കേട്ടാലും ധനുഷിന് ഭയങ്കര ദേഷ്യം, ഭയങ്കര വിദ്വേഷം. എന്താണ് ഇയാൾ ഇങ്ങനെ ഒരു ചെറിയൊരു പാട്ടിന് ഇത് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്തം എന്നൊക്കെ നമുക്ക് തോന്നും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ധനുഷിന് എന്തായാലും ഈ 10 കോടിക്ക് വേണ്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അദ്ദേഹത്തിന്റെ പേരിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, നമുക്ക് വ്യക്തമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ട്. സോ എന്തായിരിക്കും കാരണം? പക്ഷെ എന്തോ ഒരു കാരണം ഉണ്ട് അതിലെന്തോ പേഴ്സണലി ആ സിനിമയുടെ ഷൂട്ടിംഗ് 10 വർഷം മുൻപ് നടന്ന മനസ്സിന്റെ ഉള്ളിൽ കുടുങ്ങി എന്തോ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അവിടെയാണല്ലോ നിങ്ങൾ ചിന്തിച്ചു, നമുക്കൊരു പേഴ്സണലി നമുക്കൊരാളോട് ഇങ്ങനെ ചെറിയ കാര്യത്തിന് പോലും നമ്മൾ കടുപിടുത്ത് പിടിച്ച് വാശി വെക്കണമെങ്കിൽ നമുക്ക് എന്തോ അവർക്ക് ഇഷ്ടമല്ല, നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം ആണെങ്കിൽ നമ്മൾ, അല്ലാതെ ഇപ്പം ഈ കത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ ആൾക്കാർ വളർന്നു വരുന്ന ഇഷ്ടമല്ല, ചെറിയ ചെറിയ ആൾക്കാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, അവര് വളർന്നു വരുന്ന ആൾക്കാരെ ഒറ്റയ്ക്ക് സ്വന്തം കഷ്ടപ്പാടിൽ വളർന്നു വരുന്ന ആൾക്കാർ നിങ്ങൾ തുടച്ചു നീക്കുന്നു, അങ്ങനെയൊക്കെ രീതിയിൽ വരുന്ന കുറെ ഡയലോഗ്സ് ഇതിൽ നയൻതാര ധനുഷിനെ പറ്റി പറയുന്നുണ്ട്. അത് സത്യമാണോ എന്ന് എനിക്ക് എത്രത്തോളം എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം നമ്മളറിവില് വിജയ് സേതുപതി, എനിക്ക് തോന്നുന്നു നമ്മുടെ ശിവകാർത്തികേയൻ അടക്കമുള്ള പലരെയും ഫസ്റ്റ് പടം മുതൽ സപ്പോർട്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത അങ്ങനെ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ ധനുഷാണ്. നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ധനുഷ് എത്രത്തോളം ചെയ്താണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ എത്രത്തോളം സത്യമുണ്ട് നമുക്ക് വലിയ. കാരണം ധനുഷ് ഇങ്ങനെയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ആയിട്ട് ധനുഷ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, പുതിയ ന്യൂ കമേഴ്സിനെ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് രണ്ടും ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, വിജയ് സേതുപതി, ശിവകാർത്തികേയനൊക്കെ. ഓക്കെ, സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരുടെ ഈ തമ്മിലുള്ള ഈ പ്രശ്നം, പേഴ്സണൽ ഇഷ്യൂസ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ട് മനസ്സിലാക്കാൻ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് നോക്കിയാൽ മതി. യൂട്യൂബിൽ നിങ്ങൾ കുറെ വർഷത്തിന് മുമ്പുള്ള ഒരു വീഡിയോ, ഒരു അവാർഡ് ഫംഗ്ഷനിൽ നയൻതാരയ്ക്ക് നാനൂറ് റൗഡിദാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നയൻതാരയ്ക്ക് അവാർഡ് കിട്ടി. നയൻതാര സ്റ്റേജിൽ പോയി നിന്നിട്ട് നയൻതാര ധനുഷ് മുമ്പിൽ ഇരിക്കുന്നുണ്ട്, എല്ലാ ഓഡിയൻസിന്റെ എല്ലാവരും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ധനുഷ് സോറി, നിങ്ങൾക്ക് എന്റെ അഭിനയം ഈ സിനിമയിലെ തീരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ വെറുത്തിട്ടുണ്ട് എന്റെ അഭിനയം എന്നൊക്കെ എനിക്കറിയാം, ഞാൻ ഇനിയും അടുത്ത സിനിമയിലൊക്കെ അത് എന്താ പറയാ, അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കാന്നൊക്കെ ധനുഷിന് മുമ്പിലെത്തി പറയുന്ന വീഡിയോ, അതായത് 10 കൊല്ലം മുമ്പത്തെ വീഡിയോ ഉണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കാം. കാരണം ധനുഷ് ആ സിനിമ ഇറങ്ങുന്ന മുമ്പേ പോലും ഇവരുടെ അവഹേളിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്നത് ഈ കത്തിലും ഈ പോസ്റ്റിലും നയൻതാര പരാമർശിക്കുന്നുണ്ട്. സോ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, പേഴ്സണലി എന്തോ ഇഷ്ടക്കേടുണ്ട്. സോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യമില്ല. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ലീഗലി നോക്കുമ്പോൾ റൈറ്റ്സ് ഉള്ളത് ധനുഷിന്റെ ഭാഗത്താണ്. അത് ഈ കത്തിൽ ഈ പോസ്റ്റിൽ പോലും നയൻതാര പറയുന്നുണ്ട്, ലീഗലി നിങ്ങളെ ഭാഗത്താക്കാം ശരി, ബട്ട് ദൈവത്തിന്റെ കോടതിയിൽ അങ്ങനെ എന്നൊക്കെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോ അവർ തമ്മിൽ നല്ല ടേമിലാണെങ്കിൽ
എന്ത് വേണമെങ്കിൽ എന്റെ വീഡിയോ, എന്റെ സിനിമ അല്ല, എന്റെ മൂവി എടുത്തിട്ട് അവർ എന്തും ചെയ്തോ തന്നെ നമ്മൾ ആരും ചിന്തിക്കില്ലേ, അതിനൊരു ഒരു ഒബ്ജക്ഷൻ ഉണ്ടാവില്ല. എന്നാൽ ഒരു ചെറിയ കാര്യത്തിന് പോലും ഒബ്ജക്ഷൻ കൊടുക്കണമെങ്കിൽ അവർ തമ്മിൽ എന്തോ ഡീപ് പ്രശ്നങ്ങളുണ്ട്. അതിൽ ആരുടെ ഭാഗത്താ ശരി തെറ്റൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ പറയാനുള്ളത് ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. എടുത്തു പറഞ്ഞിട്ട് എന്താ ഈ പോസ്റ്റിൽ എന്താ വെച്ചാല്, 2 വർഷം മുന്നേ തുടങ്ങിയ പ്രശ്നം, അത് പോരാഞ്ഞിട്ട് 8 ദിവസം മുമ്പ് ഇതിൽ വേറൊരു ട്രെയിലർ ഇറങ്ങിയപ്പോ ആ ട്രെയിലറിൽ ഒരു 3 സെക്കൻഡ് ഒരു സീൻ, നിങ്ങൾ ആ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും, ഒരു 3 സെക്കൻഡ് നാണ് റൗഡി എന്ന സിനിമയിൽ ഒരു സീൻ, ഒരു ബിഹൈൻഡ് ദ സീൻ കാണിക്കുന്നുണ്ട്. അതുപോലും എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ധനുഷ് വീണ്ടും ഒരു നോട്ടീസ് അയച്ചിരിക്കുക. ആ ഒരു നോട്ടീസ് ഇപ്പൊ വന്നപ്പോ ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ ആകെ ഞെട്ടിത്തരിച്ചു പോയെന്നാണ് എന്താ പറയുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, ഓക്കെ, എന്തിനാണ് ധനുഷ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ? കാരണം അന്ന് മുതലേയുള്ള പ്രശ്നം, 2 വർഷമായിട്ട് നടക്കുന്ന പ്രശ്നം, ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ടീസറിൽ ഒരു 2-3 സെക്കൻഡിൽ ഒരു വീഡിയോ പോലും കണ്ടപ്പോ ധനുഷ് ഒരു ലെറ്റർ അയക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ കാര്യമായിട്ടുണ്ട്, ഉറപ്പല്ലേ? അപ്പൊ പക്ഷെ അങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ധനുഷ് നീചനാണ്, ധനുഷ് ഇതാന്നൊക്കെ? ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്കൊരാളോട് വിദ്വേഷം ഉണ്ടെങ്കിൽ, നമുക്കൊരാളെ കണ്ണെടുത്ത കണ്ടുകൂടാന്ന് പറയുമ്പോൾ, നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ, എനി മാറ്റർ, നമ്മളത് ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് വിൽ മേക്ക് ഷുവർ ദാറ്റ് അവനത് കിട്ടില്ല, അവനത് പറ്റില്ല, ഇത് നല്ല സ്വഭാവമായിട്ട് പറയല്ല ഞാൻ. പക്ഷേ നമ്മൾ ഏത് മനുഷ്യനും അങ്ങനെയാണ്. നമുക്കൊരു ദേഷ്യം ഒരാളുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ധനുഷിനെ ന്യായീകരിക്കല്ല, ബട്ട് മനുഷ്യന്മാർ അങ്ങനെയാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് 10 കോടി ചോദിച്ചതോ അല്ലെങ്കിൽ ആൾക്കാരെ വളർന്നതിലുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്കിത് തോന്നുന്നില്ല. സോ ഇതിൽ ആരാണ് നല്ലത് ചീത്തയോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ ഭാഗത്തും തെറ്റ് ശരിയുണ്ടാവും. പക്ഷെ ലീഗലി നോക്കുമ്പോൾ ധനുഷിന്റെ ഭാഗത്താണ് റൈറ്റ് അല്ലേ? ഓഫ്കോഴ്സ് ലീഗലി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കേണ്ടത്. പിന്നെ വേറൊരു സംഭവം ഞാൻ ആലോചിച്ച് നോക്കണം. കാരണം ഇതിപ്പം പബ്ലിക്കലി വന്നിട്ട് ഒരു വെരി റെപ്യൂട്ടഡ് ആയിട്ടൊരു ആക്ടറെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അതിൽ എത്രത്തോളം നല്ലത്, അത് എത്രത്തോളം നല്ല എന്താ പറയാ, അത് ഒരു നല്ലൊരു ഒരു ജസ്റ്റർ ആണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഒരു വലിയൊരു സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ, ഒരു വലിയൊരു വേറൊരു സ്റ്റാറിന് ഓപ്പൺലി വന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് അദ്ദേഹം ഇതുവരെ ഒരു റിയാക്ഷൻ ചെയ്തിട്ടില്ല, ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ല. സോ അതിൽ എത്ര ഇതുണ്ട് എനിക്ക് അതൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മാറ്റർ 2 വർഷമായിട്ട് നടന്നിട്ട് അത് ഇത്ര കാലമായിട്ടും നമ്മൾ എവിടെ നിന്നും കേട്ടില്ല, ധനുഷിന്റെ വായന്നും കേട്ടില്ല, എവിടെ നിന്നും കേട്ടില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെയാണ് കേൾക്കുന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് അത് അങ്ങനെ അവർ ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ ഗുണം സംഭവിക്കാൻ പോകുന്നത് അവരുടെ ഡോക്യുമെന്ററി കാണാം. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ സ്വപ്നത്തിൽ നമ്മളെ ബോധരെ ചെയ്യാത്ത ഒരു കല്യാണം അവരുടെ അല്ലേ? അത് ഇതിനും പേര് ഒരു മാർക്കറ്റിംഗ്. ആ വീഡിയോ ഉടനെ റിലീസ് ചെയ്യാൻ പോകണം അവരുടെ ഡോക്യുമെന്ററി. ഇനി ഇതിനും അപ്പുറം ഒരു മാർക്കറ്റിംഗ് അതിന് കിട്ടാണ്ട് അവരുടെ ഡോക്യുമെന്ററിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ എനിക്കൊന്നും ഒരു താല്പര്യമില്ല അവരെ മാരേജോ വീഡിയോസ് ഒന്നും കാണാം പേഴ്സണലി. പക്ഷെ നമ്മൾക്ക് പോലും ഇപ്പൊ നമുക്ക് തോന്നില്ല, ഒന്ന് കാണണം എന്താണ് അതിലുള്ളത്, ധനുഷിന്റെ എവിടേക്കായിരുന്നു അവരുടെ ഇതുണ്ടാവുക, നമുക്കൊരു ക്യൂരിയോസിറ്റി വന്നില്ലേ? സോ ഇതിനിപ്പോ ഒരു പ്രൊമോഷൻ ആ ഡോക്യുമെന്ററി കിട്ടാനുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാല്. കാരണം ഇത് പെട്ടെന്നൊരു ഭൂം പോലെ ഒരു ലെറ്റർ വന്നിട്ട് ആ ഒരു സംഭവം ആളി കത്തിക്കുകയാണ്. അതായത് അവരുടെ ഡോക്യുമെന്ററി മാത്രമായിരിക്കും ഇപ്പം, എസ്പെഷ്യലി തമിഴ്നാട്ടിലൊക്കെ ചർച്ച മാത്രമായിരിക്കും. ഓക്കെ, സോ അതിന്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എനിക്ക് ഇതാണ്. ഈ ഒരു ഇഷ്യൂ ഇപ്പൊ പൊന്തി വന്നത് കൊണ്ട് ഇതിന് ഉപകാരം ഉണ്ടാകാൻ പോകുന്നത് ആ ഡോക്യുമെന്ററി മാത്രമാണ്. ഓക്കെ, മാത്രമല്ല എന്തൊക്കെ വന്നാലും ഇനി വേറൊരു ആംഗിൾ, ഇതൊരു ബിസിനസ് ആണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ദിസ് ബിസിനസ്, മനസ്സിലായല്ലേ? നമ്മൾ ചുമ്മാ അവരുടെ ഡോക്യുമെന്ററി എടുത്തിട്ട് യൂട്യൂബ് ചാനലിലേക്ക് ഇട്ട് ആൾക്കാരെ കാണാനല്ല, കൊടുക്കുന്നതല്ല. ഇത് എത്രയോ കോടി രൂപയ്ക്ക്, കോടികൾക്ക് നെറ്റ്ഫ്ലിക്സിന് വിൽക്കുകയാണ് ചെയ്തത് അല്ലേ? സോ ഇപ്പം ധനുഷ് ഒരു 10 കോടി അതിന് ചോദിച്ചാൽ അതൊരു ബിസിനസിന്റെ ആംഗിൾ നോക്കുമ്പോൾ കറക്റ്റ് ആണ്. അദ്ദേഹത്തിന് എത്ര വേണേ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ഒരു ഫെയർ യൂസ് എല്ലാം അദ്ദേഹത്തിന് തോന്നിയാൽ അതിന്റെ ഓണർക്ക് എന്ത് വേണ്ടി ഡിമാൻഡ് ചെയ്യാം. സോ ഇതിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്താണ്? ഇപ്പോഴും നമ്മൾ ആരെയും ശരിയും തെറ്റും നമ്മൾ പറയുന്നില്ല. ഓക്കെ, നമ്മൾ തോന്നിയ കാര്യങ്ങൾ പറയുന്നു. നയൻതാരയുടെ ലെറ്റർ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന പോലത്തെ ലെറ്റർ ആണ്. പക്ഷെ നമ്മൾ എന്നാലും പല ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും വേറെ ഉണ്ട് എന്ന് എനിക്കും തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കേൾക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അതും പറയാം. ബൈ.